ഈ പറഞ്ഞ പോലെ നമ്മ അറിയപ്പെടുന്ന പല മ്യൂസിക് ഡയറക്ടേഴ്സ്, അതായത് രവീന്ദ്ര മാഷ്, മോഹൻ സിത്താര, ബേണി ഇഗ്നീഷ്യസ്, അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോ ഉള്ള ചെയ്തിട്ടുണ്ട്. അതെ അതെ അപ്പം അങ്ങനെ ഇത് പഠിച്ചാന്ന് വെച്ചാൽ പഠിച്ചില്ല, പക്ഷെ എന്നാലും നല്ലോണം പഠിക്കാൻ പറ്റി. പഠിക്കാൻ പറ്റി എങ്ങനെ പഠിക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എനിക്കൊരു ഇതൊക്കെ തന്നെ അതെ അതെ ഇങ്ങനെ കുറെ അതിനൊരു പേരോട് പ്രത്യേക വർക്ക് ചെയ്ത് എക്സ്പ്ലനേഷൻ അതെ അതെ ഇല്ല, അതെ അതില്ല. അതാണ് അതിൻ്റെ ഒരു ഇത്. എനിക്ക് തോന്നുന്നു വാപ്പച്ചിയുടെ അടുത്ത് നിന്ന് കിട്ടുന്നത് തന്നെയാണ് ഒരു ഇൻബോൺ അതൊക്കെ ഒരു അത് ഇൻബോൺ ടാലന്റ് ചെറുപ്പത്തിലേ ആണ് കിട്ടിയത്. അതെ അതെ അത് അതെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ അതെ പറഞ്ഞത്. അതെ അപ്പൊ ആ സമയത്ത് ഗാനമേള ഞാനൊരു കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഗാനമേളക്ക് പാടാൻ തുടങ്ങി. കോളേജ് കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങി ഗാനമേളക്ക് ഗാനമേളക്ക് പാടാൻ തുടങ്ങി. അതിൻ്റെ കൂടെയാണ് ഈ പറഞ്ഞ ഷക്കീർക്ക കമ്പോസർ പഠിപ്പിക്കണം, ഉം, അതിൻ്റെ കൂടെ റെക്കോർഡിങ്സിന് പോകണം. ഉം, ഉം, ഉം. ഇതെല്ലാം അറ്റ് എ ടൈമിലാണ് അറ്റ് നടക്കണത്. ടൈമിലാണ് അപ്പം അത് ഫുൾ ടൈം മ്യൂസിക്കായിട്ട് ഇപ്പൊ ഇൻവോൾവ് ആയിരുന്നു. ഗാനമേളയ്ക്ക് പോകുമ്പോ ലെജൻസിന്റെ കൂടെ ഒക്കെ പാടാൻ ആ പാടുന്ന ആ സമയത്ത് സമയത്ത് ചിത്ര ചേച്ചിയുടെ കൂടെ പാടും. ചിത്ര ചേച്ചിയുടെ കൂടെ ഫസ്റ്റ് ടൈം സ്റ്റേജില് എനിക്ക് 19 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ പാടുന്നുണ്ട്. അത് ശരി ആ ശരി ആ അത് കാരണം ഷക്കീർക്കാണ്. കാരണം ഷക്കീർക്കയാണ് ഷക്കീർക്കാണ് അന്ന് ഓർക്കസ്ട്ര ചെയ്യണത് ആ, ആ, ആ. അവർക്കൊക്കെ വേണ്ടി. അപ്പൊ അപ്പൊ ഷക്കീർക്ക് പറയും അനിയൻ പാടും, ഉം. അവന് ജർസൻ ചേട്ടനുണ്ട്, ഇവരൊക്കെയാണ് അന്ന് ഓർക്കസ്ട്ര ആ, ആ, ആ. ചിത്ര ചേച്ചിയുടെ ഓർക്കസ്ട്ര ചെയ്യണത്.